والسلام على رسول الله وعلى آله وصحبه أجمعين آمين أما بعد اتقوا الله عباد الله അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടുന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ ജീവിതം? എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അവന്റെ റസൂലിന്റെ സുന്നത്തിനെയും അവനെ ഓർത്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതം. ഒരാൾ അള്ളാഹുവിന്റെ ഖുർആനിനെയും അവന്റെ റസൂലിന്റെ സുന്നത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവന് വേണ്ടി അള്ളാഹു നാളെ മാറ്റിവെച്ചിരിക്കുന്നത് ഒരു മഹാ അത്ഭുതമാണ്, ഒരു മഹാഭാഗ്യമാണ്. എങ്ങനെയുള്ള ഭാഗ്യം? മാലാ ഐനുൻ റഅത്, ഏത് കണ്ണും കാണാത്ത, വലാ ഉദുനുൻ സമിഅത്, ഏത് കാതും കേൾക്കാത്ത, വലാ ഖബറ അലാ ഖൽബി ബശർ, ഏത് ഹൃദയവും ഇതുവരെയും ആഗ്രഹിച്ചു പോലും നോക്കാത്ത ഒരു മഹാ അത്ഭുതം നമ്മൾക്ക് വേണ്ടി അള്ളാഹു നാളെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ സ്വർഗത്തിലേക്ക് കുതിച്ചു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, IAS-ഉം ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകുന്നതിനുപരി ഒരു നല്ല മുഅ്മിനായിക്കൊണ്ട്, ഒരു നല്ല മുഹ്സിനായിക്കൊണ്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. യാത്രകൾ ഒരുപാടുണ്ട്. ഖബറിലേക്കുള്ള യാത്രയാണ്. ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയുണ്ടല്ലോ. ഖബർ കണ്ടപ്പോൾ അന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ കരഞ്ഞുണ്ടല്ലോ, അവിടെയും ഒറ്റയ്ക്കാണല്ലോ. ആ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്താ നമ്മുടെ കൂട്ടിനുള്ളത്? പ്രഭാതമാകുമ്പോൾ നിങ്ങൾ പ്രദോഷത്തെ പ്രതീക്ഷിക്കല്ലേ, പ്രദോഷമാകുമ്പോൾ നിങ്ങൾ പ്രഭാതത്തെയും പ്രതീക്ഷിക്കല്ലേ. എന്തൊക്കെയാണ് നാം ഇവിടെ ചെയ്തു കൂട്ടുന്നത്? എങ്ങോട്ടാണ് നമ്മുടെ പോക്ക്? ഉറക്കമേറ്റാൽ ഓരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നവർ. എന്തിനാണ് ഈ നെട്ടോട്ടം? പ്രയാസങ്ങളുള്ള, വിഷമങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള ഈ ദുനിയാവാണോ നിങ്ങൾക്ക് വലുത്? പ്രയാസങ്ങളില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത സർവവിശാലമായ ആ സ്വർഗമാണോ നിങ്ങൾക്ക് വലുതെന്ന് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ചിന്തിക്കുക. ഈ ദുനിയാവെന്ന് പറയുന്നത് വെറും ഒരു കളിതമാശയാണ്. ദുനിയാവെന്ന് പറയുന്നത് വെറും ഒരു കളിതമാശയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് സമയത്തും നാം ഈ ലോകത്തിൽ നിന്ന് വിട പറയും. ഏത് സമയത്തും നാം ഈ ലോകത്ത് നിന്ന് വിട പറയും. ഇസ്ലാമിക ചരിത്രത്തിൽ ഉമവി ഭരണാധികാരി ഖബറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണുവാൻ സാധിക്കും. യാ മൗത്ത്, യാ മൗത്ത്, ഓ മരണമേ, ഓ മരണമേ, മാദാ ഫഅൽത ബിൽ അഹിബ്ബ, എന്റെ പ്രിയപ്പെട്ടവരെ നീ എന്ത് ചെയ്തു? എന്റെ ഉമ്മയെ, എന്റെ ഉപ്പയെ, എന്റെ കളിക്കൂട്ടുകാരനെ നീയാണ് റാഞ്ചിക്കൊണ്ടുപോയത്, അവരെ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു, മരണത്തിന് സംസാരിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ മരണം പറയും, അകൽത്തുൽ ഐനൈൻ, ഞാൻ അവരുടെ 2 കണ്ണുകളും തിന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ 2 കവളടങ്ങളും ഞാൻ തിന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ 2 കവളടങ്ങളും ഞാൻ തിന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് മരണം മറുപടി പറയും. പ്രിയമുള്ളവരെ, ഓരോ തോന്നിവാസങ്ങൾക്ക് വേണ്ടി നമ്മുടെ കണ്ണ് ചായുമ്പോൾ നാം ഓരോരുത്തരും ഓർക്കുക, നാളെ മണ്ണിനോട് ചേരാനുള്ളതാണ് ഈ കണ്ണ്. ചിക്കിമിണക്കിയ ഈ മുഖം നാളെ മണ്ണാവാനുള്ളതാണെന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നാളെ നിന്നെ മരിപ്പിക്കുകയും കബറടക്കുകയും ചെയ്യും. ഉമ്മയില്ലാത്ത, ബാപ്പയില്ലാത്ത, ചാരത്തിരിക്കാൻ ആരുമില്ലാത്ത ഒരു ദിനം നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം വിഷമങ്ങളും ധാരാളം പ്രയാസങ്ങളുമായി ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം മനുഷ്യരോട് പറയുന്നതിന്റെ 100-1 ഭാഗമെങ്കിലും നമ്മുടെ പടച്ച തമ്പുരാനോടൊന്ന് കരഞ്ഞ് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ടോ? മനുഷ്യരോട് ഓരോ പ്രയാസങ്ങളും എണ്ണി എണ്ണി പറയുമ്പോൾ ഒന്ന് അല്ലാഹുവിനോട്, പടച്ച തമ്പുരാനോടൊന്ന് എണ്ണി എണ്ണി പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നരകം മോശമായ സ്ഥലമാണ്. ആ നരകത്തിൽ നിന്ന് റബ്ബേ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ സംസാരം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും നീ രക്ഷിക്കണമേ തമ്പുരാനെ. കാരണം മരണം മഹാമോശമായ സ്ഥലമാണ്. നാറുൻ ഹാമിയ, ചൂടേറിയ നരകാഗ്നിയത്രയത്.
അതീവ ചൂടുള്ള ഒരു കല്ലിന്റെ മുകളിൽ നമ്മൾക്ക് ഇരിക്കുവാൻ സാധിക്കുമോ പ്രിയമുള്ളവരെ? അതിന്റെ മുകളിൽ കിടക്കുവാൻ സാധിക്കുമോ പ്രിയമുള്ളവരെ? ദുനിയാവിലെ ചൂടിനേക്കാൾ 60 ഇരട്ടി ചൂടാണ് നരകത്തിലെന്ന് ഖുർആനിലൂടെ കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ മരണത്തെ തൊട്ട് വസിയത്ത് ചെയ്യുക പ്രിയമുള്ളവരെ. കാരണം സംശയം വേണ്ട, തീർച്ചയായും അത് ആളിക്കത്തുന്ന തീയത്ര, അത് തലയോട്ടിയെ കത്തിച്ചു കളയുന്ന തീയത്ര. അത് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. നിങ്ങൾക്ക് ആനന്ദങ്ങളുടെ പിറകെ പോകാം, പുതുലോകത്തിന്റെ പുതു കാലപ്പിലൂടെ നമുക്ക് സഞ്ചരിക്കാം, തോന്നിവാസങ്ങളിൽ കൂടെ നടക്കാം. പക്ഷേ ഓർക്കുക പ്രിയമുള്ളവരെ, നാളെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന ഒരു ദിനമുണ്ട്. നമ്മളെയുമായി മലക്കുകൾ യാത്ര ചെയ്യുന്ന ഒരു ദിനമുണ്ട്. ആരുടെ മണ്ണിലേക്ക് നമ്മളെ യാത്ര തിരിക്കുന്ന ഒരു ദിനമുണ്ട് പ്രിയമുള്ളവരെ. അന്നേരം നമ്മുടെ കൂടെ ഉമ്മയില്ല, ബാപ്പയില്ല, ഇണയില്ല. ഇത്ര നാള് നമ്മുടെ കൂടെ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പ്രയാസ ബുദ്ധിമുട്ട് നേരങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയ കൂട്ടുകാരില്ലാതെ ഒറ്റയ്ക്ക് മടങ്ങേണ്ട ഒരു ദിനമുണ്ട്. അന്ന് എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ 2 കാരണങ്ങളും വിറച്ചു കുതിച്ചു നിൽക്കുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്ത് വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. 2 കാരണങ്ങളും വിറച്ചു കുതിച്ചു നിൽക്കുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്ത് വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. മരണത്തിന്റെ പ്രായം ഒരു തടസ്സമല്ല, സമയം ഒരു തടസ്സമല്ല. പാവപ്പെട്ടവരെന്നോ പൈസക്കാരനോ ഒന്നും മരണത്തിനില്ല. പ്രായം മരണത്തിന് തടസ്സമായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ, എത്ര കുട്ടികളാണ് മരണപ്പെട്ടു പോയത്? എത്ര കബറുകളാണ് മീസാൻ കല്ലുകൾ തൊട്ടെരുമ്പി നിൽക്കുന്ന എത്ര കബറുകൾ നാം കണ്ടിട്ടും ഇത്രയും വലിയ തോന്നിയവാസങ്ങളിലേക്ക്, അധർമ്മങ്ങളിലേക്ക്, അനീതികളിലേക്ക് നാം ഇപ്പോഴും അർമാദിച്ചുല്ലസിക്കുവാൻ തന്നെയാണോ തീരുമാനം? ഒന്ന് മാറി ചിന്തിക്കുവാൻ, ഒന്ന് മാറി ആലോചിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അള്ളാഹു മരണം വിധിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റില്ല. എത്ര പൈസ ഉള്ളവനായാലും എത്ര ഭാഗ്യമുള്ളവനായാലും അവനെ അള്ളാഹു മരണം വിധിച്ചിട്ടുണ്ടോ അവനെ മരണം തേടിയെത്തുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ. മരണം തേടിയെത്തുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ. ഏത് മരണത്തെ പേടിച്ചുകൊണ്ടാണോ നാം ഓടുന്നത്, ആ മരണം നമ്മളെ തേടിയെത്തുന്ന ദിനമുണ്ട്. എത്ര ഓടി ഒളിച്ചാലും, ഏത് കോട്ടയ്ക്കകത്ത് ഒളിച്ചു നിന്നാലും ആ മരണം നമ്മളെ തേടിയെത്തും. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 61-ാം വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. നാം അഹങ്കാരത്തോടെ ഈ ദുനിയാവിൽ നടക്കുന്നുണ്ടെങ്കിൽ നാം ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ബ്രാൻഡ് ഷർട്ടുകൾ മാറി തൂവെള്ള പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഒരു നിമിഷമുണ്ട്. ലക്ഷറി ലൈഫിലും ലക്ഷറി ആഡംബര ജീവിതം മാറി ആറടി മണ്ണിലേക്ക് ചാഞ്ഞു വയ്ക്കുന്ന ഒരു നിമിഷമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. നാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തും സമ്പാദങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് കബറിലേക്ക് ചാഞ്ഞു വെക്കുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ. നമ്മളെ അഹങ്കാരത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അഹങ്കാരം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, റബ്ബിനോടൊന്ന് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് മടങ്ങുവാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരും പെടേണ്ടതുണ്ട്. നമ്മളെ തെറ്റിലേക്ക് വഴിനയിച്ച ഓരോ കൂട്ടുകാരും നരകത്തിന്റെ മധ്യത്തിൽ കത്തിജ്വലിക്കുന്ന നിമിഷം നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ. തെറ്റ് കണ്ടാൽ തെറ്റൊന്ന് തിരുത്തി കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കാരണം മരണം മഹാഭയാനമായ സ്ഥലമാണ്. പക്ഷേ സ്വർഗം എന്ന് പറയുന്നത് വളരെ സർവവിശാലമായ ഒരു സ്വർഗമാണ്. ഇതെല്ലാം നാം ആലോചിക്കുക. കാലം ഇത്രയേ വേണ്ടൂ. നമ്മുടേതായ സകല സുഖങ്ങളും നഷ്ടപ്പെടുവാൻ നിമിഷങ്ങളെ വേണ്ടൂ എന്ന് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കുക.
ഇതെല്ലാം നമുക്ക് തരുന്നരുളിയ ആ പ്രപഞ്ചനാഥനോട് നന്ദിയോടെ ആയിരിക്കണം നാം കടന്നു പോകേണ്ടത്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടും അതൊക്കെ അങ്ങ് പെട്ടെന്ന് മറന്ന് നന്ദിയോടെ ആയിരിക്കണം നാം കടന്നു പോകേണ്ടത്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടും അതൊക്കെ അങ്ങ് പെട്ടെന്ന് മറന്ന് അള്ളാഹു ഇഷ്ടമില്ലാത്ത അധർമ്മങ്ങളിലേക്ക് അനീതികളിലേക്ക് തോന്നിവാസങ്ങളിലേക്ക് നാം ഇപ്പോഴും അർമാദിച്ചുല്ലസിക്കുവാൻ തന്നെയാണോ തീരുമാനം? പ്രളയത്തിൽ മരണപ്പെട്ട എത്ര കുട്ടികൾ, എത്ര സഹോദരങ്ങൾ, എത്ര സഹോദരികൾ, സുഹൃത്തുക്കളെ അവർ കരുതി പോലുമില്ല നാളെ എന്റെ മരണമാണ്, നാളെ എന്റെ ബാപ്പയെ നഷ്ടപ്പെടും, നാളെ എന്റെ ഉമ്മയെ നഷ്ടപ്പെടുമെന്ന് അവർ കരുതി പോലും കാണില്ല സുഹൃത്തുക്കളെ. കാരണം അത് മരണമാണ്, അള്ളാഹു വിധിച്ചതാണ്. അത് അവർ മരണപ്പെടുക തന്നെ ചെയ്യും. ഈ ഹജ്ജിന് പോയ കഴിഞ്ഞ വർഷത്തിൽ ഹജ്ജിന് പോയ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ കൂടെ ആ സ്ത്രീയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അറഫ നേരത്ത് ചൂടേറി നിൽക്കുന്ന ആ നിമിഷത്തിൽ ആ ഭർത്താവ് കുഴഞ്ഞവിൽ മരണപ്പെടുകയുണ്ടായി. ആ സ്ത്രീ കുറെ അന്വേഷിച്ചു, കുറെ തപ്പിത്തെഴുതി, കിട്ടിയില്ല. ശേഷം വീണ്ടും അന്വേഷിച്ചു, കിട്ടിയില്ല. വിസ വന്ന് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയായി. അപ്പോഴും ഭർത്താവിനെ പറ്റി ഒരു വിവരമോ ലഭിച്ചിട്ടില്ലായിരുന്നു. നാട്ടിലേക്ക് എത്തി വീണ്ടും മകനുമായി തിരിച്ച് സൗദിയിലേക്ക് വന്ന് തിരഞ്ഞു, കിട്ടിയില്ല. വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് ചെന്നു. വളരെ വിഷമത്തോടെ, വളരെ ദുഃഖത്തിലൂടെ നിൽക്കുന്ന ഒരു നിമിഷത്തിൽ ഒരു ഫോൺ വരികയുണ്ടായി. നമ്മുടെ ഭർത്താവിന്റെ മൃതദേഹം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ശേഷം മകൻ ഒറ്റയ്ക്ക് സൗദിയിലേക്ക് വന്ന് പാപ്പാന്റെ മയ്യത്ത് കാണുകയും ജനാസ നമസ്കരിക്കുകയും ഖബറടക്കുകയും ചെയ്ത് തിരിച്ചു മടങ്ങുന്നതിനിടയിൽ ഒരു കാർ ആക്സിഡന്റിൽ ആ മകനും മരണപ്പെടുകയുണ്ടായി. പ്രിയമുള്ളവരെ, ആ സ്ത്രീ കരുതി പോലുമില്ലായിരുന്നു ഹജ്ജിന്റെ വേളയിൽ എന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുമെന്ന്. ഭർത്താവിന്റെ മൃതദേഹം കാണാനായി പോയ മകനും എങ്ങനെ നഷ്ടപ്പെടുമെന്ന് ആ ഉമ്മ കരുതിയില്ല. പ്രിയമുള്ളവരെ, ആ ഉമ്മാന്റെ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇന്നലെ കൂടെ കിടന്ന ബാപ്പയെ അടുത്ത ദിവസം ഖബറടക്കേണ്ടി വന്ന എത്ര കുട്ടികൾ കടന്നു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഓർക്കുക, അത് മരണമാണ്. പ്രിയമുള്ളവരെ, ഒറ്റക്കാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളും ബാക്കിയാക്കിക്കൊണ്ട് നമ്മുടെ കണക്കുകളെ തെറ്റിച്ചുകൊണ്ട് ആ മരണം നമ്മളെ തേടിയെത്തും. നിങ്ങൾ ധിക്കരിച്ചോ, നിങ്ങൾക്ക് നരകം നിങ്ങളുടെ സ്ഥലമാണ്. നിങ്ങൾ ധിക്കരിച്ചോ, നരകം നിങ്ങളുടെ സ്ഥലമാണ്. 5 നേര നമസ്കാരം നിങ്ങൾ നിർവഹിച്ചില്ലയോ, നിങ്ങൾക്ക് നരകമാണ്. പ്രിയമുള്ളവരെ, നമസ്കാരത്തോട് താല്പര്യമില്ലയോ, നമസ്കാരം ചെയ്യുവാൻ മടിയാണോ? ഓർക്കുക, അള്ളാഹുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷനോട് നിങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് സുഹൃത്തുക്കളെ അർത്ഥം. ആ മരണം എത്തുന്നതിന് മുമ്പായി ആയിരക്കണക്കിന് അമലുമായി അള്ളാഹുവിന്റെ കോടതിയിൽ ചേരാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും നന്മയുടെ വാഹകരാകുവാനും നന്മയിൽ പൂർണ്ണമായ ശക്തിയിൽ നന്മയുടെ വാഹകരാകുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. തിന്മയെ കഴിയുന്നത്ര രീതിയിൽ പ്രതിരോധിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.